അലക്സാണ്ടറും കൂട്ടുവാ. വേഗം പോയി കുറെ ആളെ വിളിച്ച് കൂട്ടാൻ നോക്ക്, അല്ലെ സംഗതി കുഴപ്പമാവും. ഇവിടെ വൈദ്യരെ അല്ല ഇങ്ങനത്തെ പുറത്തിറങ്ങി അതൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഉൽപ്പലാക്ഷൻ എവിടെ കൊണ്ടുപോകും. താൻ വേഗം പോയി കുറച്ച് ആളുകളെ വിളിച്ചോണ്ടോ. അതുവരെ ഇവരെ ഞങ്ങൾ അറിഞ്ഞോളാം. താൻ വീഴ്ചക്കാ ചെല്ലടോ. ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോകാൻ കുറെ ആൾക്കാർ വന്നിരിക്കുന്നേ. നാരായണി തള്ളയച്ചതാണെന്നാ തോന്നുന്നേ. നിങ്ങൾ വേഗം വന്ന് രക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ മോളെ വയറ്റിൽ കിടക്കണ കൊച്ചിന് അച്ഛനുണ്ടാവില്ല. ഉൽപ്പലാക്ഷനെ പിടിച്ചോണ്ട് പോവാൻ കണാരൻ കാർന്നോട് ആളെ അയച്ചിരിക്കുന്നത്. അവന് അത്ര ധിക്കാരോ? കുറെ ആളെയും കൂട്ടി നമ്മൾ ഉടനെ അവിടെ എത്തണം. ലംബോദയ ഉടനെ ആളെ ഏർപ്പാട് ചെയ്യേ. എന്താ തുറച്ചു നോക്കുന്നേ? എന്താ നിങ്ങൾ എന്താ ഈ കാണിച്ചത്? എന്റെ ഭാര്യയെ തല്ലി. ലംബോദര നിന്നെ ഞാൻ പറയടി പറ. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ ഒരു ചുറ്റും ചെയ്യില്ല. ഇത് ഞാൻ കുറെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. ഇവളുടെ മുഖത്ത് ഒരു അടിയടിച്ച് പടിയിറങ്ങി പോകാതെ ഇത്രയും കാലം ഇവിടെ എല്ലാം സഹിച്ചു നിന്നത് എന്റെ മക്കളെ ഓർത്താണ്. ഇവരെ തന്തയില്ലാത്തവരും നാട്ടുകാർ പറയുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇവിടെ ചടഞ്ഞുകൂടി കിടന്നത്. തുള്ളി തുള്ളി സ്വന്തം മകൾക്ക് ഗർഭം വരെ ഉണ്ടാക്കി കൊടുത്തില്ലേ നീ? നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ഇനി ഇവർക്ക്? ഇനിയും നിന്നെ കയറൂരി വിട്ടാലേ ഈ നാട് മുടിക്കുന്നു. വൈദ്യരെ, ഇനി ഞാൻ പറയുന്നത് ഇവിടെ നടക്കും. അല്ല, ഞാനിനി എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് കൂടി പറഞ്ഞാൽ കവലയിലേക്ക് തന്നെ നടന്നു. ഞാൻ കുറെ ആളുകളുമായി പിന്നാലെ വരാം. അത് മതി. നാരായണി, കൊടപടി പിടിക്കടി ചൂരേ. മക്കളും വാ.
പ്രശ്നങ്ങളെ കഴിഞ്ഞില്ലേ? വാ, ഇനി നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ മോളുടെ കാര്യം അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ അളിയ. അളിയനും അളിയന്റെ പെങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കുറെ കാര്യം ഇവര് പറയും, അല്ലേ പങ്കജാഷ? അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചാലും വലിയ തിരിച്ചടി കണാരേട്ടനും നാരായണി ഇടത്തേക്കും കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാ. അങ്ങനെയൊക്കെ അവസാനിപ്പിച്ചാൽ എങ്ങനെയാ? എന്റെ മോള് തന്തയില്ലാത്ത കുട്ടിയെ പ്രസവിക്കണോ? അയ്യോ, ദൈവമേ, നമ്മുടെ മോള് വഴിയാതാരായല്ലോ. അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. നിങ്ങളുടെ മക്കൾ രണ്ടുപേരും ഗർഭിണികളല്ല. എനിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ 4 പേരും വന്ന് വർഷങ്ങളായുള്ള അവരുടെ പ്രണയകഥ എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളുടെയൊക്കെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഞാനും പങ്കജാക്ഷനും വൈദ്യരും ചേർന്ന് മഷിനോട്ടം പോലെ തന്നെ നടത്തിയ മറ്റൊരു നാടകമായിരുന്നു ഇത്. സഹായത്തിന് എമ്പോരും ചേട്ടനും ഉണ്ടായിരുന്നു. എന്റെ ഈശ്വരൻ, ഇനിയെങ്കിലും വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് അവരുടെ കല്യാണം നടത്തി കൊടുക്കാൻ നോക്ക്. വൈദ്യരെ, ഇങ്ങോട്ട് വന്നേ. ഒരുപാട് ഏഷണി പറഞ്ഞ് പിരിച്ചതല്ലേ? ആ കൈ ഇങ്ങി പിടിക്ക്. പിടിക്ക്. എമ്പോരും ചേട്ടാ, നാരായണേട്ടത്തിന്റെ കൈ പങ്കേഷ, ഇനി നമുക്ക് കൂട്ടിച്ചേർക്കല്ലേ? ഇനിയെങ്കിലും എനിക്കൊരു സത്യം അറിഞ്ഞേ പറ്റൂ. ആരാ ഉരുളി കെട്ടത്?